ആറാം ക്ലാസ്സിലെ ഇംഗ്ലീഷിൻ്റെ ഒരു ആനുവൽ എക്സാമിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെയൊക്കെയാണ് എക്സാമിന് ക്വസ്റ്റ്യൻസ് വരാമെന്ന് നമുക്ക് നോക്കാം. ആക്ടിവിറ്റി 1, റീഡ് ദ ഫോളോയിങ് പോയം ആൻഡ് ആൻസർ ദി ക്വസ്റ്റ്യൻസ്. താഴെ തന്നിരിക്കുന്ന പോയം വായിക്കുക, എന്നിട്ട് അതിന് താഴെ ആ പോയത്തിൽ നിന്നുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്, അതിൻ്റെ ആൻസേഴ്സ് നിങ്ങൾ കണ്ടുപിടിക്കുക. അതാണ് ആക്ടിവിറ്റി വരുന്നത്. എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ഇങ്ങനെയുള്ള ഒരു ആക്ടിവിറ്റി ഉറപ്പായിട്ടും ഉണ്ടാകും. ഓക്കെ, ഈസിയാണ്. ഫസ്റ്റ് നമ്മൾ പോയം നന്നായി വായിച്ചു നോക്കാം അല്ലേ. 5 little seeds, 5 little seeds. 3 will make flowers and 2 will make weeds. എന്താ പറയുന്നത്? 5 ചെറിയ വിത്തുകൾ, 5 little seeds. 3 will make flowers. അതിൽ ആ 5 വിത്തുകളിൽ 3 എന്ത് ചെയ്യും? ഫ്ലവേഴ്സ് ഒക്കെ ഉണ്ടാക്കും അല്ലേ. 3 നിന്ന് ഫ്ലവേഴ്സ് ഒക്കെ ഉണ്ടാവും. ആൻഡ് 2 will make weeds. അതിൽ 2 എന്താകും? 2 വീഡ്സ് ആണ് നിർമ്മിക്കുന്നത്. വീഡ്സ് എന്ന് വെച്ചാൽ കളകളായി മാറുക ചെയ്യുക അല്ലേ. അത് വലിയ ചെടിയൊന്നും ആയി അതിൽ ഫ്ലവേഴ്സ് ഒന്നും ഉണ്ടാവില്ല. എന്താ? 3 ഫ്ലവേഴ്സ് ഒക്കെ ഉണ്ടാകും. അത് നല്ല രീതിയിൽ വളരും എന്നാണ് പറയുന്നത്. Then under the leaves and under the snow 5 little seeds are waiting to grow. Under the leaves, leaves എന്ന് വെച്ചാൽ ഇലകളിലെ, ഇലകൾക്കടിയിൽ. and under the snow, എന്താ? സ്നോ എന്ന് വെച്ചാൽ മഞ്ഞിലെ, മഞ്ഞിന് കീഴേ, മഞ്ഞിന് താഴെയായിട്ട്, അതുപോലെ ഇലകൾക്ക് താഴെയായിട്ട് 5 little seeds are waiting to grow. 5 ചെറിയ വിത്തുകൾ എന്താ? വളരാനായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണെന്നാണ് പറയുന്നത്. Out comes the sun, down comes a shower and up come the 3 pretty pink flowers. എന്താ പറയുന്നത്? സണ്ണ്, സൂര്യൻ പുറത്തേക്ക് വരികയാണ്. then down comes a shower, അതുപോലെ ഷവർ, മഴ താഴേക്ക് വരുന്നുണ്ട്. and up come the 3 pretty pink flowers. നല്ല മനോഹരമായിട്ടുള്ള 3 പിങ്ക് ഫ്ലവേഴ്സ് എന്താണ്? വിരിഞ്ഞു വരികയാണ് അല്ലേ. then ഇവിടെ എന്താ? വെള്ളവും വെയിലും ഒക്കെ ലഭിച്ച് ആ വിത്ത് മുളച്ച് വലുതായി എന്താ? ചെടികളായി മാറിയിട്ട് അതിലെ 3 ഫ്ലവേഴ്സ് വിരിഞ്ഞ് വരികയാണ്. അതാണ് പറയുന്നത്. ഓക്കെ, ദെൻ ഇതാണ് ഇവിടെ തന്നിട്ടുള്ള പോയം. ഇനി ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, where do the seeds wait to grow? ആ വിത്തുകൾ വളരാനായിട്ട് എവിടെയാണ് വെയിറ്റ് ചെയ്തിരിക്കുന്നതെന്നാണ് പറയുന്നത്. ഇവിടെ കൊടുത്തിട്ടുണ്ട് അല്ലേ പോയത്തിൽ. under the leaves and under the snow 5 little seeds are waiting to grow. എന്താണ്? ഇലകൾക്കടിയിൽ, അതുപോലെ മഞ്ഞിന് താഴെയായിട്ട് ആ വിത്തുകൾ വളരാനായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്നു. അപ്പോൾ നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ നോക്കിയാൽ ഏകദേശം അതിൻ്റെ സെയിം സെൻറ്റൻസ് വരുന്ന ലൈന് നോക്കിയിട്ട് നിങ്ങൾക്ക് ആൻസർ ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. അപ്പോൾ ഇവിടെ ആൻസർ എഴുതേണ്ടത് അണ്ടർ ദ ലീവ്സ് ആൻഡ് അണ്ടർ ദി സ്നോ എന്നാണ്. ഓക്കെ, ഇനി സെക്കൻഡ് വൺ, പിക്ക് ഔട്ട് 2 pairs ഓഫ് റൈമിംഗ് വേർഡ്സ് ഫ്രം ദി പോയം. ഈ പോയത്തിൽ നിന്ന് 2 പെയർ റൈമിംഗ് വേർഡ്സ് നിങ്ങളോട് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എങ്ങനെയാണ് റൈമിംഗ് വേർഡ്സ് കണ്ടുപിടിക്കാൻ നിങ്ങൾക്കറിയാലോ. നമ്മുടെ ഒരു പോയം തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ലൈനുകളുടെ എൻഡിങ് സൗണ്ട്, അവസാനിക്കുന്ന ആ ഒരു സൗണ്ട് സെയിം ആയിട്ട് വരുന്ന വേർഡ്സുകളെയാണ് നമ്മൾ റൈമിംഗ് വേർഡ്സ് ആയിട്ട് എഴുതുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഏതൊക്കെ എഴുതാം? നമുക്ക് സീഡ്സ്, വീഡ്സ് എന്ന് എഴുതാം. അതുപോലെ സ്നോ, ഗ്രോ. അങ്ങനെ ഏതെങ്കിലും 2 പെയർ നിങ്ങൾ എഴുതാം. ദെൻ തേർഡ് ക്വസ്റ്റ്യൻ, ഹൗ മെനി ഫ്ലവേഴ്സ് കെയിം അപ്പ്? എത്ര ഫ്ലവേഴ്സാണ് എന്താ വിരിഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നത്? യെസ്, ഇവിടെ പറയുന്നുണ്ട് അല്ലേ, 3 pretty pink flowers എന്ന്. അപ്പോൾ എത്രയാണ്? 3 ആണ് അല്ലേ. 3 ഫ്ലവേഴ്സാണ് വിരിഞ്ഞ് വന്നത്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫോർത്ത് വൺ, ഫൈൻഡ് ഔട്ട് ദ വേർഡ് ഫ്രം ദി പോയം ദാറ്റ് മീൻസ് ബ്യൂട്ടിഫുൾ. ബ്യൂട്ടിഫുൾ എന്ന മീനിങ് വരുന്ന, ബ്യൂട്ടിഫുൾ എന്ന് വെച്ചാൽ എന്താ? നല്ല മനോഹരമായ അല്ലേ. മനോഹരമായ എന്നർത്ഥം വരുന്ന ഒരു വേർഡ് ഈ പോയത്തിൽ യൂസ് ചെയ്തിട്ടുണ്ട്. ആ വേർഡ് ഏതാണെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഏതാണ്? യെസ്, നിങ്ങൾക്കറിയാം അല്ലേ, പ്രെറ്റി എന്ന് പറയുന്ന വേർഡാണ് അല്ലേ. പ്രെറ്റി പിങ്ക് ഫ്ലവേഴ്സ് എന്ന് പറയുന്നുണ്ട് അല്ലേ, മനോഹരമായിട്ടുള്ള പിങ്ക് ഫ്ലവേഴ്സ് എന്ന്. വാട്ട് ഹെൽപ്ഡ് ദ ഫ്ലവേഴ്സ് കം അപ്പ്? ഫ്ലവേഴ്സ് വളർന്നു വരാനായിട്ട്, ഫ്ലവേഴ്സ് ഉണ്ടാവാനായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുള്ളത് എന്താണെന്നാണ് ചോദിക്കുന്നത് അല്ലേ. ആ വിത്തൊക്കെ മുളച്ച് അതിൽ ഫ്ലവേഴ്സൊക്കെ ഉണ്ടായി വരാനായിട്ട്, അത് വളരാനായിട്ട് ഹെൽപ്പ് ചെയ്തത് എന്തൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. സോ നമ്മൾ പോയത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തൊക്കെയായിരുന്നു? സൺ ആൻഡ് ഷവർ അല്ലേ. സൺ സൂര്യനും അതുപോലെ ആ മഴയുമാണ് ഈ വിത്ത് വളരാനായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസിൻ്റെ ഒക്കെ ആൻസർ ഈ പോയത്തിൽ തന്നെ തന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് ആൻസർ ചെയ്യുക. ഈ പോയം നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലെങ്കിൽ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് വായിച്ചു നോക്കുക. എന്നിട്ട് വേണം ആൻസർ എഴുതാനായിട്ട്.
ഓക്കെ, ദെൻ നെക്സ്റ്റ് ആക്ടിവിറ്റി 2. I can't cheat anybody as you did. My father taught me not to harm anybody. Take your rings back. എന്താണ്? നിങ്ങളെപ്പോലെ ആരെയും ചീറ്റ് ചെയ്യാനായിട്ട്, ആരെയും പറ്റിക്കാനായിട്ട് എനിക്ക് കഴിയില്ല. എൻ്റെ ഫാദർ എന്നെ പഠിപ്പിച്ചിരിക്കുന്നത് ആരെയും ഹാം ചെയ്യരുത് എന്ന് വെച്ചാൽ എന്താ, ആരെയും ഉപദ്രവിക്കരുത് അല്ലെങ്കിൽ വേദനിപ്പിക്കരുത് എന്നാണ്. ടേക്ക് യുവർ റിങ്സ് ബാക്ക്, നിങ്ങൾക്ക് നിങ്ങളുടെ റിങ്ങുകൾ ഇതാ നിങ്ങൾ തിരിച്ചെടുത്തോളൂ എന്ന് പറയാണ് അല്ലേ. ദെൻ ദി മെർച്ചൻറ്റ് ലുക്ക്ഡ് അറ്റ് കാർല ഇൻ വണ്ടർ. കാർല വാസ് ഹാപ്പി ആസ് ഷീ കുഡ് ടീച്ച് ദ മെർച്ചൻറ്റ് എ ലെസൺ. ആ മെർച്ചൻറ്റ്, ആ വ്യാപാരി, ആ കച്ചവടക്കാരൻ എന്ത് ചെയ്യാണ്, അത്ഭുതത്തോടെ കാർലയെ നോക്കുകയാണ്. കാർലയാണെങ്കിൽ ആ മെർച്ചൻറ്റിനെ ഒരു പാഠം പഠിപ്പിച്ചതിൽ ഭയങ്കര സന്തോഷവതിയായിട്ടാണ് ഉള്ളത് അല്ലേ. അദ്ദേഹത്തെ ഒരു പാഠം പഠിപ്പിക്കാൻ പറ്റിയല്ലോ എന്നുള്ള സന്തോഷത്തിലാണ് അവളുള്ളത്. കാർല വാസ് ഈഗർ ടു ഷെയർ ദ ഇൻസിഡൻറ്റ് വിത്ത് ഹെർ ഫാദർ. എന്താണ്, കാർല അവളുടെ ഫാദറിനോട് ആ ഒരു ഇൻസിഡൻറ്റ്, ആ നടന്ന സംഭവങ്ങൾ പറയാനായിട്ട് ഭയങ്കര ആകാംക്ഷയിൽ ഇരിക്കുകയാണ് അല്ലേ. റൈറ്റ് ദ കോൺവെർസേഷൻ ബിറ്റ്വീൻ കാർല ആൻഡ് ഹെർ ഫാദർ. കാർലയും അവളുടെ ഫാദറും തമ്മിലുള്ള ആ ഒരു കോൺവെർസേഷൻ എഴുതാനാണ് നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതേതാണ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കാർലയുടെ ഒരു സ്റ്റോറി നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ആ മെർച്ചൻറ്റിൻ്റെ റിങ്ങുകൾ അവൾ അദ്ദേഹത്തിന് തന്നെ തിരിച്ചു കൊടുക്കുന്നുണ്ട് അല്ലേ. അത് ഇവൾക്ക് ഊരി നൽകിയപ്പോൾ അദ്ദേഹത്തിന് ആകെ സങ്കടമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടപ്പോൾ ഇവളെന്ത് ചെയ്യാണ്, ഇതൊക്കെ തിരിച്ചു കൊടുത്ത് എന്താ അദ്ദേഹത്തിന് ഒരു പാഠം പഠിപ്പിക്കുന്നുണ്ട് അല്ലേ. സോ ആ ഒരു ഇൻസിഡൻറ്റ് ഇവള് തിരിച്ചു വന്ന് ഫാദറിനോട് ഷെയർ ചെയ്യാണ്. അപ്പോൾ എങ്ങനെയൊക്കെ ആയിരിക്കും ഫാദറും അവളും തമ്മിലുള്ള ആ ഒരു കോൺവെർസേഷൻ, ആ ഒരു സംഭാഷണമാണ് ഇവിടെ എഴുതേണ്ടത്. ഇവിടെ സിമ്പിളായിട്ടൊരു കോൺവെർസേഷൻ എഴുതിയാൽ മതി. എങ്ങനെ എഴുതാം, കാർല വരാണ് അല്ലേ. അവൾ എന്ത് ചെയ്യുന്നു, ഫാദർ എന്ന് വിളിച്ചുകൊണ്ട് വരുന്നുണ്ട്. ദെൻ ഫാദർ, കാർല ഡിഡ് യു സെൽ യുവർ വാട്ടർമെലൺ, നിന്റെ വാട്ടർമെലനൊക്കെ സെൽ ചെയ്തോ ഇറ്റോ എന്ന് ചോദിക്കുകയാണ്. ദെൻ കാർല എന്ത് പറയുന്നു, നോ ഫാദർ, ഇല്ല ഫാദർ, ഐ വാസൻറ്റ് ഗോയിങ് ടു സെൽ ഇറ്റ് എനിവേ. എന്താ, ഞാൻ അത് വിൽക്കാനായിട്ട് പോകുന്നില്ല, എന്നെക്കൊണ്ട് അത് വിൽക്കാനായിട്ട് കഴിയില്ല എന്ന് പറയാം അല്ലേ. അപ്പോൾ ഫാദർ വൈ, എന്തുകൊണ്ട് എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ കാർല, ഐ മെറ്റ് എ മെർച്ചൻറ്റ് ആൻഡ് ഹി ട്രൈ ടു ചീറ്റ് മീ. ഞാനൊരു മെർച്ചൻറ്റിനെ കണ്ടു, പക്ഷേ അദ്ദേഹം എന്നെ ചീറ്റ് ചെയ്യാനായിട്ട്, എന്നെ വഞ്ചിക്കാനായിട്ട് ശ്രമിച്ചു. ഫാദർ, സോ സാഡ്. ദെൻ പിന്നീട് എന്ത് സംഭവിച്ചു? ദെൻ കാർല പറയാണ്, ബട്ട് ഹി കുഡിൻറ്റ്, പക്ഷേ അദ്ദേഹത്തിന് എന്നെ ചീറ്റ് ചെയ്യാനൊന്നും പറ്റിയില്ല. ഐ ടോട്ട് ഹിം എ ലെസൺ, ഞാൻ അദ്ദേഹത്തെ ഒരു പാഠം പഠിപ്പിച്ചിട്ടുണ്ട്. ദെൻ ഫാദർ, ഗ്രേറ്റ് ജോബ് ഡിയർ എന്ന് പറയാണ് അല്ലേ. നീ ചെയ്തത് നല്ലൊരു കാര്യമാണെന്ന് പറയാണ്. ഓക്കെ, അപ്പോൾ ഇതുപോലെ സിമ്പിളായിട്ട് എഴുതിയാൽ മതി, ഓവറായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് കോൺവെർസേഷൻ എഴുതൊന്നും വേണ്ട. നെക്സ്റ്റ് ആക്ടിവിറ്റി 3. എവറി ഇയർ 21 മാർച്ച് ഈസ് observed as International Day of Forest. Prepare a poster related to the day. എല്ലാ വർഷവും മാർച്ച് 21 നമ്മൾ അന്താരാഷ്ട്ര വനദിനമായിട്ട് ആചരിക്കുന്നുണ്ട് അല്ലേ. അതുമായി റിലേറ്റ് ചെയ്ത് ആ ഇൻ്റർനാഷണൽ ഡേ ഓഫ് ഫോറസ്റ്റുമായിട്ട്, വനദിനവുമായി റിലേറ്റ് ചെയ്ത് വരുന്ന ഒരു പോസ്റ്റർ നിങ്ങളോട് തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ പോസ്റ്റർ എങ്ങനെ എഴുതാമെന്ന് നിങ്ങൾക്കറിയാലോ. ഓക്കെ, പോസ്റ്ററിൻ്റെ ഒരു മോഡൽ ഇവിടെ തന്നിട്ടുണ്ട്. ഏകദേശം ഇതേ രീതിയിൽ നിങ്ങൾ പോസ്റ്റർ തയ്യാറാക്കിയാൽ മതി. ഏതാണോ തന്നിരിക്കുന്ന ടോപ്പിക്ക് അതുമായി ബന്ധപ്പെട്ട് വരുന്ന എന്തെങ്കിലും ഒരു പിക്ചർ വരയ്ക്കണം. ദെൻ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ ഇവിടെ കൊടുത്തിരിക്കുന്ന പോലെ മുകളിൽ നമ്മൾ വേൾഡ് ഫോറസ്റ്റ് ഡേ എന്ന് എഴുതാം. ദെൻ 21 മാർച്ച് അല്ലേ എന്നാണ് ഫോറസ്റ്റ് ഡേ വരുന്നത്, മാർച്ച് 21 അല്ലേ. ദെൻ എന്തെങ്കിലും ഫോറസ്റ്റിനെ കുറിച്ചുള്ള ഒരു വാക്യം അല്ലെങ്കിൽ ഒരു മെസ്സേജ് എന്തെങ്കിലും അതിൽ ഉൾപ്പെടുത്തി എഴുതാം. ഇവിടെ തന്നിട്ടുണ്ടല്ലോ, എ ഫോറസ്റ്റ് ഈസ് എ ലിവിങ് തിങ് ലൈക്ക് എ ഹ്യൂമൻ ബോഡി, ഈച്ച് പാർട്ട് ഡിപ്പെൻഡ് ഓൺ ഓൾ ദി അതർ പാർട്സ്. മനുഷ്യരെ പോലെ തന്നെ ഒരു ജീവനുള്ള വസ്തുവാണ് ഫോറസ്റ്റും. അതിൻ്റെ ഓരോ ഭാഗവും മറ്റുള്ള ഭാഗവുമായി ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. നെക്സ്റ്റ് ആക്ടിവിറ്റി 4 നോക്കാം. രാധ സേവ്ഡ് അമാൻ ഫ്രം ദി റിവർ. റിവറിൽ നിന്ന് രാധ അമാനെ രക്ഷിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. രാധ, യു ആർ ഗ്രേറ്റ്, വാട്ട് എ സ്വിമ്മർ യു ആർ, ഹൗ ബ്രേവ്ലി യു സേവ്ഡ് അമാൻ, സെഡ് രഞ്ജിത്ത്. രഞ്ജിത്ത് രാധയോട് പറയാലേ, രാധ നീ ഗ്രേറ്റ് ആണ്, നീ അടിപൊളിയാണ്, നീ എന്ത് നല്ല രീതിയിലാണ് നീ നീന്തുന്നത്, അതുപോലെ എന്ത് ധൈര്യത്തോടെയാണ് നീ അമാനെ രക്ഷിച്ചത് എന്നൊക്കെ പറയണം. അമാൻ ഫെൽറ്റ് അഷെയിംഡ് ഓഫ് ഹിംസെൽഫ്. അപ്പോൾ അമാന് ആകെ കൂടെ നാണക്കേട് ഫീൽ ചെയ്യാണ് അല്ലേ.
വാട്ട് വുഡ് ബി ദ തോട്ട്സ് ഓഫ് അമാൻ? അമാനിൻ്റെ തോട്ട്സ്, ആ സമയത്തെ അമാൻ്റെ മനസ്സിലുള്ള ചിന്തകൾ എന്തൊക്കെയായിരിക്കുമെന്നാണ് എഴുതാൻ പറഞ്ഞിട്ടുള്ളത്. എങ്ങനെ എഴുതാം? വാട്ട് ഐ ഹാഡ് ഡൺ, ഞാൻ എന്തായി ചെയ്തത്? അവോയ്ഡിങ് മൈ ക്ലോസസ്റ്റ് കസിൻ രാധ, എൻ്റെ ക്ലോസസ്റ്റ് കസിനായിട്ടുള്ള രാധയെ ഞാൻ അവോയ്ഡ് ചെയ്തു. ഇറ്റ്സ് നോട്ട് എ ഗുഡ് തിങ്, അതൊരു നല്ല കാര്യമല്ല. നൗ ഷീ സേവ്ഡ് മൈ ലൈഫ്, ഇപ്പോൾ അവളാണ് എൻ്റെ ജീവൻ രക്ഷിച്ചത്. ഐ തിങ്ക് ദാറ്റ് രാധ ഡോണ്ട് നോ ടു സ്വിം, ഞാൻ വിചാരിച്ചിരുന്നത് രാധയ്ക്ക് നീന്താൻ അറിയില്ല എന്നായിരുന്നു. ബട്ട് ഷീ സ്വിംസ് ബെറ്റർ ദാൻ മീ, പക്ഷെ അവൾ എന്നെക്കാളും നന്നായി നീന്തുന്നുണ്ട്. ഐ ഫീൽ അഷെയിംഡ് ഓഫ് മൈസെൽഫ്, എനിക്ക് എന്നെക്കുറിച്ച് ആകെ നാണക്കേടാണ് ഇപ്പോൾ ഫീൽ ചെയ്യുന്നത്. നൗ ഓൺ വേർഡ്സ് ഐ വിൽ ബി എ ഗുഡ് ഫ്രണ്ട് ഓഫ് ഹെർ, ഇന്നു മുതൽ ഞാനിനി എന്നും അവളുടെ ഒരു ഗുഡ് ഫ്രണ്ട് ആയിരിക്കും. ഇതൊക്കെയാണ് അവന് ചിന്തിച്ചിട്ടുണ്ടാവുക. ദെൻ നെക്സ്റ്റ് ആക്ടിവിറ്റി 5, എഡിറ്റ് ഫോളോയിങ് പാസേജ്. താഴെ ഒരു പാസേജ് തന്നിട്ടുണ്ട് അല്ലേ, അത് എഡിറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അതിൽ എറേഴ്സ് വന്നിരിക്കുന്ന തെറ്റായിട്ടുള്ളതൊക്കെ അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്, അത് നിങ്ങൾ തിരുത്തി എഴുതിയാൽ മതി. ഓക്കെ, അപ്പോൾ എന്താണ് പാസേജ് എന്ന് നോക്കാം. അമാൻ അമാൻ കം ബാക്ക് യു ഫൂൾ, രാധ ഹിയർ ദ ഷൗട്ട്സ്. അമാൻ അമാൻ തിരിച്ചു വരുമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വിളിക്കുന്ന ആ ശബ്ദം രാധ കേൾക്കുന്നുണ്ട്. ഇവിടെ രാധ എന്നത് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട് അല്ലേ. അതിലെന്താ മിസ്റ്റേക്ക്? രാധയുടെ സ്പെല്ലിങ് കറക്റ്റാണ്, പക്ഷേ അവിടെ വരുന്ന മിസ്റ്റേക്ക് എന്ന് പറയുന്നത് അതൊരു പേരാണ് എഴുതിയിട്ടുള്ളത് അല്ലേ. പേരൊക്കെ എഴുതുമ്പോൾ നമ്മൾ ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റൽ ലെറ്റർ കൊടുക്കണം. ഓക്കെ, അപ്പോൾ 6 നമ്മൾ ക്യാപിറ്റലായിട്ട് എഴുതാം. ദെൻ ഷി ഫൗണ്ട് അമാൻ കോട്ട് ഇൻ ദി കറന്റ്, അമാന് ഒഴുക്കിൽപ്പെട്ടതായിട്ട് അവൾ കാണാണ്. ഓൾ ദി അതേഴ്സ് വാസ് ഷൗട്ടിങ്, ബാക്കിയുള്ളവരൊക്കെ അവിടെ നിന്ന് എന്ത് ചെയ്യാണ്? ഷൗട്ട് ചെയ്യാണ് അല്ലേ, ഒച്ചയുണ്ടാക്കിക്കൊണ്ടേ ഇരിക്കുകയാണ്. ദെൻ ഇവിടെ വാസ് എന്നത് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. ഇവിടെ വാസ് അല്ല നമ്മൾ യൂസ് ചെയ്യുക. വാസ് എന്ന് പറയുമ്പോൾ ഒരു പാസ്റ്റ് ടെൻസ് ആയി മാറില്ലേ, കഴിഞ്ഞു പോയിട്ടുള്ള കാര്യമാണ്. പക്ഷേ ഇവിടെ നമ്മൾ വാസിന് പകരം വേറാണ് യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, ദെൻ ബട്ട് ഡെയർഡ് നോ വൺ ടു ജമ്പ് ഇൻ ടു ദി കറന്റ്, പക്ഷേ എല്ലാവരും അവിടെ നിന്ന് ഒച്ച വെക്കാന്നല്ലാതെ ആരും ആ വെള്ളത്തിലേക്ക് ചാടാനായിട്ടുള്ള ധൈര്യം ആരും കാണിക്കുന്നില്ല. ഇവിടെ ഡെയർഡ് നോ വൺ എന്നല്ല കൊടുക്കേണ്ടത്, ആ സെൻറ്റൻസിൻ്റെ ഫോം കറക്റ്റ് അല്ല. അത് നമ്മൾ എങ്ങനെയാണ് യൂസ് ചെയ്യുക? നോ വൺ ഡെയർഡ് എന്നാണ് യൂസ് ചെയ്യേണ്ടത് അല്ലേ, ആരും തന്നെ ധൈര്യപ്പെടുന്നില്ല. അപ്പോൾ നോ വൺ ഡെയർഡ്. ദെൻ രാധ ക്വിക്ക്ലി ടുക്ക് ഓഫ് ഹെർ ഷൂസ് ആൻഡ് ജംപ്ഡ് ഫ്രം ദി വാട്ടർ, രാധ വേഗം അവളുടെ ഷൂ ഒക്കെ ഊരിയിട്ട് ആ വെള്ളത്തിലേക്ക് എടുത്ത് ചാടുക ചെയ്യുന്നത്, അതാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഈ സെൻറ്റൻസിൽ 2 വേർഡ്സ് തെറ്റാണ് അല്ലേ. ഏതൊക്കെയാണ്? ഫസ്റ്റ് വരുന്നത് ഷൂസ് എന്നതാണ്. അപ്പോൾ ഷൂസിൽ എന്താ മിസ്റ്റേക്ക് വരുന്നത്? അതിലെ സ്പെല്ലിങ് തെറ്റായിട്ടാണ് തന്നിട്ടുള്ളത്. ഷൂവിൻ്റെ സ്പെല്ലിങ് SHOES എന്നാണ് അല്ലേ. ദെൻ ജംപ്ഡ് ഫ്രം ദി വാട്ടർ എന്ന് പറഞ്ഞിട്ടുള്ളത് അല്ലേ. ഫ്രം ദി വാട്ടർ എന്ന് വെച്ചാൽ വെള്ളത്തിൽ നിന്നും ചാടി എന്നാണ്, അങ്ങനെയല്ല പറയേണ്ടത്, വെള്ളത്തിലേക്ക് ചാടി എന്നാണ് പറയുക. അപ്പോൾ നമ്മളവിടെ ഫ്രമ്മിൻ്റെ പകരം എന്ത് യൂസ് ചെയ്യും? ഇൻ ടു, ജംപ്ഡ് ഇൻ ടു ദ വാട്ടർ, വെള്ളത്തിലേക്ക് ചാടി. ഓക്കെ, അപ്പോൾ എഡിറ്റിംഗ് എന്ന് പറയുമ്പോൾ ഇതുപോലെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, നിങ്ങൾക്ക് ഈസി ആയിട്ട് തന്നെ സ്കോർ ചെയ്യാനായിട്ട് പറ്റും. ഇനി ആക്ടിവിറ്റി 6, ലുക്ക് അറ്റ് ദ പിക്ചേഴ്സ്. താഴെ വന്നിരിക്കുന്ന പിക്ചേഴ്സ് നോക്കുക. ദെൻ എന്ത് ചെയ്യാനാ? നൗ യു ഡിസ്ക്രൈബ് ദ ഇവൻറ്റ്സ് ഓഫ് ദി സ്റ്റോറി. ഈ സ്റ്റോറിയിൽ വരുന്ന സംഭവങ്ങളൊക്കെ ഡിസ്ക്രൈബ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ തന്നിരിക്കുന്നത് ഒരു പിക്ചർ സ്റ്റോറിയാണ് അല്ലേ. നമുക്ക് ഈ ചിത്രങ്ങൾ നോക്കിയാൽ തന്നെ അതിൽ നിന്നൊരു സ്റ്റോറി നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നുണ്ട് അല്ലേ. ഒരു കുട്ടി എന്ത് ചെയ്യുക? അതിനൊരു ബേർഡിനെ എവിടെ നിന്നോ കിട്ടുകയാണ്. ദെൻ അതിനെ എന്ത് ചെയ്യുന്നു? വീട്ടിലേക്ക് കൊണ്ടുവന്നിട്ട് എന്ത് ചെയ്യുക? അതിന് കൂട്ടിലാക്കി അടക്കുകയാണ്. അപ്പോൾ മറ്റുള്ള ബേർഡ്സ് പാറി പറക്കുന്നതും ഒക്കെ കാണുമ്പോൾ ഈ ബേർഡിന് സങ്കടമാകുന്നുണ്ട്. അപ്പോൾ ഈ ബോയ് എന്ത് ചെയ്യുന്നുണ്ട്? ആ ബേർഡിനെ കൂട്ടിൽ നിന്ന് തുറന്ന് വിടുകയാണ് ചെയ്യുന്നത്. അങ്ങനെയുള്ള ഒരു കുഞ്ഞു സ്റ്റോറിയാണ്. അതിലെ സംഭവങ്ങൾ, അതിൽ മെയിനായിട്ട് വരുന്ന ഇവൻറ്റ്സ് മാത്രം ജസ്റ്റ് ഒന്ന് ഡിസ്ക്രൈബ് ചെയ്ത് എഴുതിയാൽ മതി. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഒരു ഷോർട്ടായിട്ടുള്ള ഒരു ഡിസ്ക്രിപ്ഷൻ ഇവിടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും കണ്ട് നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ 5 ക്വസ്റ്റ്യൻസിൽ നിന്ന് ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എഴുതാൻ ടഫായിട്ട് തോന്നുന്ന ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാനുള്ള, ഒഴിവാക്കാനുള്ള ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് ഉണ്ടാകും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈസി ആയിട്ട് തോന്നുന്ന ക്വസ്റ്റ്യൻസിന് മാത്രം നിങ്ങൾ ആൻസർ എഴുതിയാൽ മതി. ടഫായിട്ടുള്ളത് നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇവിടെ എങ്ങനെ എഴുതാം? ജസ്റ്റ് ഒരു മോഡൽ നോക്കാം. വൺസ് എ ബോയ് വാസ് ഗോയിങ് ബാക്ക് ടു ഹിസ് ഹോം. ഓൺ ദി വേ ഹി ഫൗണ്ട് ആൻ ഇൻജുർഡ് ബേർഡ്. ഹി ടുക്ക് ദി ബേർഡ് ടു ഹിസ് ഹോം. Then he kept the bird inside the cage and take care of it.
എന്ത് ചെയ്തു, ഒരു ദിവസം ഒരു കുട്ടി ഇങ്ങനെ വീട്ടിലേക്ക് പോകുന്ന സമയത്ത് ഒരു പരിക്ക് പറ്റിയിട്ടുള്ള ഒരു ബേർഡിനെ കാണാണ്. അവൻ അതിനെ എന്ത് ചെയ്തു, വീട്ടിലേക്ക് കൊണ്ടുപോയി. എന്നിട്ട് അവിടെ ഒരു കിളിക്കൂട്ടിലാക്കിയിട്ട് അതിനെ നോക്കുകയാണ് ചെയ്യുന്നത്. One morning he saw some birds flying happily through the window. ഒരു ദിവസം രാവിലെ ജനലിലൂടെ ഇങ്ങനെ നോക്കുന്ന സമയത്ത് പുറത്ത് കുറച്ച് പക്ഷികൾ ഇങ്ങനെ ഹാപ്പി ആയിട്ട് പറക്കുന്നതായിട്ട് അവന് കാണാണ്. അറ്റ് ദി ടൈം ഹി ഫെൽറ്റ് സോ സോറി അബൌട്ട് ഹിസ് ബേർഡ്. ആ സമയത്ത് അവന് അവൻ്റെ പക്ഷിയെക്കുറിച്ച് ആലോചിച്ചപ്പോൾ ഭയങ്കര വിഷമം തോന്നാണ്. ഹി ഓപ്പൺ ദി ഡോർ ഓഫ് ദി കേജ് ആൻഡ് മേക്ക് ദ ബേർഡ് ഫ്രീ. ദ ബേർഡ് ഫ്ലൂ എവേ ഹാപ്പിലി. അപ്പോൾ അവൻ എന്ത് ചെയ്തു, അവന് ആ കൂടിൻ്റെ ഡോർ തുറന്ന് ആ കിളിയെ ഫ്രീ ആക്കി വിടുകയാണ് ചെയ്യുന്നത് അല്ലേ. ആ കിളി ഹാപ്പി ആയിട്ട് പറന്നു പോവുകയാണ് ചെയ്യുന്നത്.